Women has to suffer many challenges in the patriarchal society. Here we are discussing such a topic, Inside Every Woman Writer by Sarah Joseph. It is a translated work. സാറാ ജോസഫിൻ്റെ പ്രശസ്ത മലയാള എഴുത്തുകാരിയാണ് സാറാ ജോസഫിൻ്റെ ഇൻസൈഡ് എവരി വുമൺ റൈറ്റർ, ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും എന്ന ആ ഒരു കൃതിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് എക്സ്പ്ലോർസ് ദ എക്സ്പീരിയൻസസ് ആൻഡ് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ റൈറ്റേഴ്സ്. ഒരു സ്ത്രീ എഴുത്തുകാരി അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ ഒരു കഥയിൽ അവർ വിവരിക്കുന്നത്. ഇതേ തീം വിവരിക്കുന്ന മറ്റൊരു കഥയാണ് വെർജീനിയ വുൾഫിൻ്റെ എ റൂം ഓഫ് അൺസോൺ. ആ കഥയിൽ വില്യം ഷേക്സ്പിയറിന് ഒരു സഹോദരി ഉണ്ട് എന്ന ഒരു സങ്കല്പം, അതായത് അങ്ങനെ ഒരു സഹോദരി ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സഹോദരിയെ സങ്കല്പിച്ചാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. ജൂഡിത്ത് ഷേക്സ്പിയർ എന്ന ഒരു സഹോദരി, അങ്ങനെ ഒരു സഹോദരി ഉണ്ട് എങ്കിൽ വില്യം ഷേക്സ്പിയറിന് കിട്ടിയ അതേ ഒരു അവസരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്പണിങ്സ് ഒന്നും ഈ ഒരു സഹോദരിക്ക് കിട്ടുമായിരുന്നില്ല എന്ന ഒരു രീതിയിലാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. അതേപോലെയാണ് ഇവിടെയും സാറാ ജോസഫിൻ്റെ ഈ കഥയിൽ ഇറ്റ് റിവീൽസ് ദ ഇന്നർ വേൾഡ് ഓഫ് വുമൺ റൈറ്റേഴ്സ്, ദെയർ സ്ട്രഗിൾസ് ആൻഡ് ദെയർ യുണീക്ക് പേഴ്സ്പെക്റ്റീവ്സ്. ഒരു സ്ത്രീ എഴുത്തുകാരിയുടെ കഷ്ടപ്പാടുകൾ, അതേപോലെ തന്നെ അവരുടെ വീക്ഷണങ്ങൾ, അതൊക്കെ പുരുഷ എഴുത്തുകാരിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു കഥയാണ്, ആ ഒരു കാര്യങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത്. The speaker decides to leave her home, husband Purushothaman and children and be free in her life with her own decisions and wishes. ഇവിടെ എഴുത്തുകാരി സ്പീക്കർ ഒരു എഴുത്തുകാരിയാണ്, അവരുടെ പേര് പറയുന്നില്ല. ഹസ്ബൻഡ് പുരുഷോത്തമൻ, അങ്ങനെ മക്കളെയും ഭർത്താവിനെയും കുട്ടികളെയും വീടും ഒക്കെ ഉപേക്ഷിച്ച് തൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കും തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനുമായി വീട് വിട്ടു പോകുവാൻ തീരുമാനിക്കുന്ന എഴുത്തുകാരി. And she decides to go to Mabel Auntie's house. മേബിൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആൻഡ് ഷീ ടെലിഫോൺഡ് മേബിൾ ഓണ്ട് ആൻഡ് ഇൻഫോംഡ് ഹെർ ഡിസിഷൻ. മേബിൾ ആൻറ്റിയെ അവൾ വിളിച്ചവളുടെ തീരുമാനം അറിയിക്കുന്നു. ആൻഡ് ഷീ കോണ്ടാക്റ്റഡ് പുരുഷോത്തമൻ ആൻഡ് ഇൻഫോംഡ് ഹിം ഓഫ് ഹർ ഡിസിഷൻ. പുരുഷോത്തമൻ അവരുടെ ഭർത്താവാണ്, അദ്ദേഹം ആ സമയത്ത് അവിടെ ഇല്ല. അയാളെയും അറിയിക്കുന്നു തൻ്റെ തീരുമാനം, അതായത് വീടൊക്കെ വിട്ട് താൻ പോവുകയാണ് എന്നുള്ള തീരുമാനം അറിയിക്കുന്നു. ഹി അറ്റേഡ് സഡൻലി ദാറ്റ് ഷീ ഹാസ് നോ സച്ച് എൻ ഓണ്ട് ആൻഡ് ഇൻസിസ്റ്റഡ് ഹെർ നോട്ട് ടു ലീവ് ദ പ്ലേസ് ടിൽ ഹി റിട്ടേൺസ്. അയാൾ പെട്ടെന്ന് ചൂടാകുന്നു, പെട്ടെന്ന് പറയുന്നു, നിനക്ക് ഏത് ആൻറ്റിയാണ്, ഏത് ആൻറ്റിയുടെ വീടാണ് നീ പറയുന്നത്? അങ്ങനെ ഒരു ആൻറ്റിയൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ വന്നിട്ട് മാത്രം നീ വീട് വിട്ട് പോയാൽ മതി എന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് ഷീ തിങ്സ് ഓഫ് ഹെർ ഓൺസ് ഹോം വിച്ച് ഹാസ് നോ വാൾസ് ആൻഡ് ബാരിക്കേഡ്സ്. പെട്ടെന്ന് അവൾ തൻ്റെ അമ്മായിയായ മേബിൾ ആൻറ്റിയുടെ വീട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അവിടെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല, അതേപോലെ തന്നെ അങ്ങോട്ട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അങ്ങനെയുള്ള യാതൊരു വിലക്കുകളും ഇല്ലാത്ത വീട്. ആൻഡ് ദർ വെർ നോ വൺ ടു കൺട്രോൾ ഹർ. അവിടെ മേബിൾ ആൻറ്റി മാത്രമാണുള്ളത്, അതുകൊണ്ട് തന്നെ അവളെ കൺട്രോൾ ചെയ്യാൻ ആരും തന്നെ ഇല്ല. ആൻഡ് ഷീ ഹാസ് എ സ്പെഷ്യൽ റൂം ദെയർ. അവിടെ അവൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മുറിയൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ബിസൈഡ് ദ ഷോർ. ആ വീട്, മേബിൾ ആൻറ്റിയുടെ വീട് കടൽ തീരത്തിനടുത്താണ്, കടലിനോട് അടുത്താണ്. ആൻഡ് ഷീ ക്യാൻ എൻജോയ് ദ സൗണ്ട് ഓഫ് വേവ്സ്. തിരമാലകളുടെ ശബ്ദമൊക്കെ ആസ്വദിച്ച്, ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മനോഹരമായിട്ട് ഉള്ള ഒരു പ്രദേശം, അങ്ങനെ ആ പ്രദേശത്ത് ആ വീട്ടിൽ ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. ആൻഡ് ഷീ നീഡ്സ് കാംനെസ് ആൻഡ് പീസ് ഓഫ് മൈൻഡ്. അങ്ങനെ ആ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവൾ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഷീ ഹാസ് റിട്ടൺ ഹിംസ് ആൻഡ് ലവ് സോങ്സ് എബൌട്ട് കൃഷ്ണ ആൻഡ് രാധ. അവൾ ഒരു എഴുത്തുകാരിയാണെന്ന് പറഞ്ഞു. ഇത്ര കാലം അവൾ എഴുതിയത് പ്രണയത്തെക്കുറിച്ചും കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയം, അങ്ങനെയുള്ള വിരഹങ്ങളും പ്രണയവും അങ്ങനെയുള്ള കഥകളാണ് അവൾ ഇത്ര കാലം എഴുതിയിരുന്നത്. ആൻഡ് ദ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി റിജക്റ്റഡ് ഇറ്റ് ബൈ സെയിങ് ദാറ്റ് ദർ ഈസ് നോ നീഡ് ഓഫ് സച്ച് ലവ് സ്റ്റോറീസ് ആസ് ദ വേൾഡ് ഈസ് ഇൻ ഹങ്കർ. അങ്ങനെയുള്ള പ്രണയവും വിരഹവും ഒക്കെ എഴുതിയ അവളുടെ ആ എഴുത്തിനെ പുരുഷ സമൂഹം അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം അവർ പറയുന്നത് ലോകം മുഴുവൻ പട്ടിണി കിടക്കുന്ന സമയത്ത് ഈ പ്രണയം കൊണ്ടോ വിരഹം കൊണ്ടോ യാതൊരു അർത്ഥവുമില്ല. കാരണം എല്ലാവരും പ്രതിസന്ധിയിലാണ്, പട്ടിണിയിലാണ്, വിഷമങ്ങളിലാണ്. അപ്പോൾ ഈ പ്രണയത്തിനൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നാണ് പുരുഷ സമൂഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ഈസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ഹർ വ്യൂസ്.
And her characters are all weeping ones beside the or behind the doors. വാതിലുകൾക്കപ്പുറം നിന്ന് തേങ്ങിക്കരയുന്ന കഥാപാത്രങ്ങളാണ് അവളുടെ മിക്ക കഥാപാത്രങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു വിരഹവും പ്രണയവുമാണ്, അതുകൊണ്ട് തന്നെ അവളുടെ കഥാപാത്രങ്ങൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളാണ്. ആൻഡ് നൗ ഷീ ഫേസസ് ലവ് ആസ് മ്യൂക്കസ് ആൻഡ് മദർഹുഡ് ആസ് ആൻ അയൺ ചെയിൻ. അങ്ങനെ പ്രണയത്തെക്കുറിച്ചൊക്കെ എഴുതി അവൾക്ക് ഇപ്പോൾ തോന്നുന്നത് തൻ്റെ ഈ ഒരു പ്രണയം എന്നത് മൂക്കട്ടയാണ്, അതേപോലെ തന്നെ ഈ മദർഹുഡ് അല്ലെങ്കിൽ മാതൃത്വം എന്നത് ഒരു അയൺ ചെയിൻ പോലെയാണ്, ചങ്ങല പോലെയാണ്. റൂസോ പറഞ്ഞതുപോലെ മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹിസ് ഇൻ ചെയിൻസ്. എല്ലാവരുടെയും ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചങ്ങല പോലെയാണ് ഈ മാതൃത്വം, അത് ഇട്ടെറിഞ്ഞു പോകാൻ സാധിക്കില്ല എന്നൊക്കെ അവൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ആൻഡ് ഷീ വിഷസ് ടു ഗോ ഫ്രം ദെയർ ബിഫോർ പുരുഷോത്തമൻ അറൈവ്സ്. ഭർത്താവായ പുരുഷോത്തമൻ തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ അവിടം വിട്ടു പോകാൻ അവർ ആഗ്രഹിക്കുന്നു. ആൻഡ് ഹി മസ്റ്റ് നോ ദാറ്റ് എവറിഥിങ് ഈസ് നോട്ട് ഈസി ആസ് ഇൻ ദ ബിഗിനിങ്. പുരുഷോത്തമൻ അറിയാം എല്ലാം അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയതുപോലെ ഒന്നും ആകില്ല. അത് മാത്രമല്ല, ഇപ്പൊ കുറച്ച് കാലമായി അവർ തമ്മിലുള്ള ആ ഒരു സ്വരച്ചേർച്ചയൊക്കെ ഉള്ളിടത്തോളം കാലം അത് മുന്നോട്ട് നല്ലതുപോലെ പോകില്ല എന്നുള്ളത് അയാൾക്കറിയാം. ആൻഡ് ഷി വാസ് ഷുവർ ദാറ്റ് the thought of her children haunted her deeply, but it is the time to be free of herself. അവൾക്കറിയാം, അതായത് കുട്ടികളെ കുറിച്ചുള്ള ചിന്തകൾ, അവൾ മേബിൾ ആൻറ്റിയുടെ വീട്ടിൽ പോയാൽ കുട്ടികളെ കുറിച്ചുള്ള ചിന്തകൾ അവളെ വേട്ടയാടുമെന്നറിയാം. പക്ഷേ എന്നിരുന്നാലും ആ ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അവൾ തീരുമാനിക്കുന്നു. ആൻഡ് ഷീ ഡിസൈഡ്സ് ടു ഗോ ടു മേബിൾ ആൻറ്റീസ് ഹൗസ് ആൻഡ് ഡിസൈഡ്സ് ടു ട്രാവൽ എ ലോട്ട് to which there is no control and it will give contents to her writing. അവൾ ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ വീട് കൂട് കുടുംബം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു, അതിൽ നിന്നും സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യാത്രയിലൂടെ തൻ്റെ എഴുത്തിന് വേണ്ട കണ്ടൻസ് കിട്ടും, കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് അവൾ ചിന്തിക്കുന്നു. And in some times Mabel Aunty didn't prepare food and asked her to eat from outside. അവള് ചിന്തിക്കുകയാണ്, മേബിൾ ആൻറ്റി ചിലപ്പോൾ ഭക്ഷണം ചില ദിവസങ്ങളിൽ ഉണ്ടാക്കില്ല. ആ സമയത്ത് അവളോട് പറയും നീ പുറത്തു പോയിട്ട് കഴിച്ചു എന്ന് പറയുന്ന സമയത്ത് ഷീ എൻജോയ്സ് ദാറ്റ് ട്രാവൽ ഓർ ദാറ്റ് വാക്കിംഗ്. അങ്ങനെ പുറത്തേക്ക് പോകുന്ന ആ നിമിഷങ്ങൾ അവൾ ആസ്വദിക്കുന്നു. കാരണം നമ്മൾ പറഞ്ഞു മേബിൾ ആൻറ്റിയുടെ വീട് കടൽ തീരത്തിനടുത്താണ്. അപ്പോൾ കടൽ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോയി ഭക്ഷണം കഴിക്കാം. ഭക്ഷണം തിരിച്ചു വരുമ്പോൾ ഒരു പൊതിയുമായിട്ടാണ്, മേബിൾ ആൻറ്റിക്ക് വേണ്ട ഒരു പൊതിയുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ആ നിമിഷങ്ങൾ അവൾ വളരെയധികം ആസ്വദിച്ചിരുന്നു. ആൻഡ് ഷീ വാക്സ് ത്രൂ ദ ഷോർ വിത്ത് വൈഡ് ഓപ്പൺ ഐസ് ആൻഡ് ഇയേഴ്സ്. അവൾ അങ്ങനെ കടൽ തീരത്ത് കൂടി നടക്കുന്ന സമയത്ത് കണ്ണുകളും കാതുകളും ഒക്കെ തുറന്ന് എൻജോയ് ചെയ്താണ് ആ ഒരു നിമിഷങ്ങൾ അവർ ആസ്വദിച്ചത്. ആൻഡ് പോയിറ്റ്സ് മീറ്റിംഗ്സ് വെർ കോമൺ ബട്ട് ഷീ കനോട്ട് അറ്റൻഡ് ദം. ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇവൾ എഴുത്തുകാരിയാണ്. ആ സമയത്ത് ഒരുപാട് പോയിറ്റ്സ് മീറ്റിംഗ് അല്ലെങ്കിൽ പോയിറ്റ്സ് ലിറ്റററി മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അവർക്ക് ഒരിക്കലും അതിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞു വീട് കുടുംബം ആ ഒരു ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചെത്തണം, മക്കളെ നോക്കണം, മക്കള് വരുന്ന സമയമാകുമ്പോഴത്തേക്കും അവരുടെ കാര്യങ്ങൾ നോക്കണം. ഇതൊക്കെ ആവുന്ന സമയത്ത് ഈ ലിറ്റററി മീറ്റിംഗ്സിലൊക്കെ അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. And one day she saw two writers and she invited them to her home. ഒരിക്കൽ അവൾ വഴിയിൽ വെച്ച് രണ്ട് എഴുത്തുകാരെ കാണുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, അങ്ങനെ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. And they talked to Purushothaman, her husband, and she gave them tea and snacks and also food. അവിടെ എത്തുന്ന ഈ എഴുത്തുകാർക്ക് അവള് ഭക്ഷണമൊക്കെ കൊടുക്കുന്നു, ചായയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ അവർ പുരുഷോത്തമനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആൻഡ് ഷീ ബ്രിങ്സ് സം പോയിന്റ്സ് ടു ഹർ മൈൻഡ് ടു ഡിസ്കസ് വിത്ത് ദം ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ്. ഇങ്ങനെ ഇവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലായിരിക്കുന്ന സമയത്ത് പുരുഷോത്തമനാണ് ഈ എഴുത്തുകാരോട് സംസാരിക്കുന്നത്. ആ എഴുത്തുകാരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവൾ മനസ്സിൽ തയ്യാറാക്കി വെച്ച് പുറത്ത് വരുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു. ആൻഡ് ദേ വെന്റ് അവേ താങ്കിങ് ഫോർ ഹർ ഫുഡ്. അവളുടെ ഭക്ഷണം അടിപൊളിയാണ്, നല്ലതാണ്, അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ സമയമാകുമ്പോഴേക്കും അവരവിടുന്ന് പോകുന്നു. അതാണ് ആ ഒരു സ്ത്രീ എഴുത്തുകാരിയുടെ ചട്ടക്കൂടിനുള്ളിൽ, അതായത് ഫാമിലി എന്ന ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് അവൾക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവിടെ വെളിവാകുന്നു.
And while dwelling at Mabel On's house, she decides to attend literary meetings. അവൾ തീരുമാനിക്കുന്നു, അതായത് മേബിൾ ആൻറ്റിയുടെ വീട്ടിൽ പോയാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ലിറ്റററി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം, സാഹിത്യ സദസ്സുകളിൽ പങ്കെടുക്കണം. ആൻഡ് ഷീ ഡിസൈഡ്സ് ടു അറ്റൻഡ് ലിറ്റററി മീറ്റിംഗ്സ് ആൻഡ് ഇറ്റ് മസ്റ്റ് ചേഞ്ച് ഹർ ട്രെൻഡ്സ്. ആ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് എഴുത്തുകാരെയൊക്കെ കാണുന്ന സമയത്ത് അവളുടെ ആ ഒരു ട്രെൻഡിൽ, ആ കോൺസെപ്റ്റിലൊക്കെ മാറ്റം വരും. ആൻഡ് ദ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ബോഡി ആൻഡ് സ്കിൻ ഈസ് ടു ബി റിമൂവ്ഡ്. ശരീരവും അല്ലെങ്കിൽ മനസ്സ്, ശരീരം, അതേപോലെ ബോഡി കളർ, അതിൻ്റെ പേരിലൊക്കെയുള്ള വിവേചനം, കോൺസെപ്റ്റിൻ്റെ പേരിലുള്ള വിവേചനം, ഇതൊക്കെ ഈ സാഹിത്യ സദസ്സുകളിൽ പങ്കെടുത്താൽ മാറ്റം വരും എന്നവർ വിശ്വസിക്കുന്നു. ആൻഡ് ഷീ സഡൻലി തിങ്സ് ഓഫ് പുരുഷോത്തമൻ. ഈ സമയത്ത് അവർ ഹസ്ബൻഡിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ഇതൊക്കെ അവരുടെ ചിന്തകളാണ്, വീട്ടിലിരുന്നു കൊണ്ട് അവർ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് ഹസ്ബൻഡിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഓഫൺ ഹി ഡിസ്വേർഡ്സ് ഹെർ ബൈ counting each moment and starts yawning at 6 p.m. onwards and indirectly hints his hatred while they are moving അല്ലെങ്കിൽ while they are attending literary meetings. ഏതെങ്കിലും ഒരു ചർച്ചയിൽ കൊല്ലത്തിൽ ഒരിക്കലോ അങ്ങനെ പങ്കെടുക്കാൻ നിർബന്ധം പിടിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുരുഷോത്തമൻ അവിടുന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. ലിറ്റററി മീറ്റിങ്ങിന് പോകണം എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും പുരുഷോത്തമൻ അവരെ നിരുത്സാഹപ്പെടുത്തലുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ നിർബന്ധം പിടിച്ച് പോയി കഴിഞ്ഞാൽ ആ നിരുത്സാഹത്തിലൊന്നും അടങ്ങാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആടുന്ന 6 മണിയാകുമ്പോൾ മുതൽ തന്നെ കൂട്ടുപാട്ട് തുടങ്ങും. അങ്ങനെ ഓരോ മിനിറ്റും വാച്ചിൽ നോക്കി അയാളുടെ വെറുപ്പ് അറിയിക്കും, കണ്ണിലൂടെ അയാളുടെ വെറുപ്പ് അറിയിക്കുന്ന രീതിയിലേക്ക് എത്തും. ആൻഡ് നൗ ഷീ ഫീൽസ് എ കംഫർട്ട് ദാറ്റ് ഹി ഈസ് നോട്ട് വിത്ത് ഹെർ ടു ഹിൻഡർ ഹെർ തോട്ട്സ്. ഇപ്പോൾ അവർക്ക് ആശ്വാസം തോന്നുന്നു, കാരണം അവരോടൊപ്പം തന്നെ അയാളില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ആ ചിന്തകളെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. കാരണം ഈ വാച്ച് നോക്കി സമയം ഇങ്ങനെ കൗണ്ട് ചെയ്തിരിക്കുന്ന സമയത്ത് അവർക്ക് ചിന്തിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. കാരണം വീട്ടിൽ എങ്ങനെയെങ്കിലും എത്തണം, ഇയാളുടെ ദേഷ്യം, ഇതൊക്കെ ആയിരിക്കും അവരുടെ ചിന്തകളിൽ ഉണ്ടാകുക. പക്ഷേ അയാൾ കൂടെ ഇല്ലാത്തപ്പോൾ പല ചിന്തകളും, തനിക്ക് വേണ്ട എഴുത്തിനുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിലേക്ക് വരും. ആൻഡ് ഷീ ഈസ് ഷുവർ ദാറ്റ് ഷീ ക്യാൻ സ്ലീപ്പ് വെൽ ബൈ എൻജോയിങ് ദ സൗണ്ട് ഓഫ് ദി സീ. ആ കടലിൻ്റെ ശബ്ദം കേട്ട്, തിരമാലകളുടെ ശബ്ദം കേട്ട് തനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും എന്ന് അവർ ചിന്തിക്കുന്നു. ആൻഡ് ഇറ്റ് വാസ് ജയദേവ്, ഹർ ഫ്രണ്ട്, അഡ്വൈസസ് ഹെർ ടു ചൂസ് ദ ഹൗസ് ഓഫ് മേബിൾ ആൻഡ്. മേബിൾ ആൻറ്റിയുടെ വീട് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് താമസം മാറൂ എന്ന് അവരോട് സജസ്റ്റ് ചെയ്തത് അവരുടെ സുഹൃത്തായ ജയദേവനാണ്. ആൻഡ് ഷീ ആൻഡ് ജയദേവ് ആർ ഗുഡ് ഫ്രണ്ട്സ്. ജയദേവന് ഒരു നല്ല സുഹൃത്തുക്കളാണ്. ആൻഡ് they are good matches also in their concepts and thoughts. അവരുടെ ചിന്തകളിലും സങ്കല്പങ്ങളിലും ഒക്കെ അവർ നല്ല മാച്ചാണ്, രണ്ടുപേരും ഒരുപോലെയാണ് ചിന്തിക്കുന്നത്. ആൻഡ് ഷീ എൻജോയ്സ് ഈച്ച് ഫ്രൂട്ട്ഫുൾ ടൈം വിത്ത് ഹിം. അയാളോടൊപ്പമുള്ള ഓരോ നിമിഷവും നമ്മുടെ എഴുത്തുകാരി ആസ്വദിക്കാറുണ്ട്. ആൻഡ് വൺസ് മേബിൾ ഓൺലി സെഡ് ഷീ വിൽ ബി ഹാപ്പി ഇഫ് ദേ ആർ ലവേഴ്സ് ബട്ട് ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. ഒരിക്കലും മേബിൾ ആൻറ്റി പറഞ്ഞു, മേബിൾ ആൻറ്റിയായിട്ടും ഈ ജയദേവൻ വളരെ നല്ല സൗഹൃദമാണ്. അപ്പോൾ ഒരിക്കലും മേബിൾ ആൻറ്റി പറഞ്ഞു, നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ തന്നെ നിങ്ങൾ കാമുകന്മാരായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെ. കാരണം നല്ല മാച്ചാണ്, ആശയങ്ങളിലായിക്കോട്ടെ ഐഡിയയിലായിക്കോട്ടെ എല്ലാ ആ ഒരു ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ, ആ ജീവിത വീക്ഷണമൊക്കെ ഒരുപോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലാണ് ചേരേണ്ടത് എന്ന രീതിയിൽ മേബിൾ ആൻറ്റി ഒരിക്കൽ പറഞ്ഞു. ആൻഡ് പുരുഷോത്തമൻ വാസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. പക്ഷേ പുരുഷോത്തമൻ ഒരിക്കലും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ആൻഡ് ഷീ തിങ്സ് ഓഫ് ലീവിങ് ദ ഹൗസ്. വീണ്ടും അവർ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വീണ്ടും ആ വീട് വിട്ടു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ആൻഡ് പുരുഷോത്തമൻ വിൽ ഷുവർലി ബ്ലോക്ക് ഹർ ബൈ സെയിങ് ദാറ്റ് ഷീ ഹാസ് നോ സച്ച് ഓണ്ട് ഓർ ജയദേവ് ആൻഡ് അറ്റ് ലാസ്റ്റ് ഹി വിൽ ബെഗ് ദാറ്റ് ഹി കനോട്ട് ലിവ് വിതൗട്ട് ഹർ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സ്ഥിരം ക്ലീശയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും പറയും, നിനക്ക് ഏത് ആൻറ്റിയാണ്, ഏത് ജയദേവനാണ്, നിനക്ക് ആരുമില്ല, നീ ആരും ഇല്ലാത്തവളല്ലേ എന്ന രീതിയിൽ സംസാരിക്കും. അതുമാത്രമല്ല, അതിനും അവൾ അടങ്ങുന്നില്ല എന്നത് കണ്ടു കഴിഞ്ഞാൽ ഇനി എന്നെ വിട്ടു പോകരുത്, എന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ എനിക്ക് ആരുമില്ല, ഞാൻ ആരുമില്ലാത്തവനായി പോകും, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ക്ലീശയടക്കം അതൊക്കെ അവൾക്കറിയാം. ആ കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നു. ആൻഡ് she takes the coins and get ready to leave the house. ഈ സമയത്ത്
അവിടെയുള്ള ചില്ലറയൊക്കെ നുള്ളി പറക്കി അവളുടെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു, പോകാൻ വേണ്ടിയിട്ട് അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. ആൻഡ് അറ്റ് വൺസ് പുരുഷോത്തമൻ കെയിം ദെയർ ആൻഡ് സ്റ്റാർട്ടഡ് അഗെയിൻ. പെട്ടെന്ന് പുരുഷോത്തമൻ അവിടെ എത്തുന്നു. വന്ന വാർഡ് തന്നെ അദ്ദേഹം പറയുന്നു, വീണ്ടും തുടങ്ങി അവർക്ക് സുക്കേട്. സ്റ്റാർട്ടഡ് അഗെയിൻ ബട്ട് ഷീ വാസ് സ്റ്റബേൺ നൗ. പക്ഷേ ഇപ്രാവശ്യം അയാളുടെ ഭീഷണിയോ അല്ലെങ്കിൽ അയാളുടെ വാക്കുകളോ ഒന്നും അവളെ തളർത്തിയില്ല. അവളുടെ തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു. ആൻഡ് ഷീ കെയിം ഔട്ട് ആൻഡ് ക്ലോസ്ഡ് ദ ഗേറ്റ് സ്ട്രോങ്ലി ആൻഡ് ഗോസ് അവേ ടു ദ ന്യൂ വേൾഡ്. അയാളുടെ റിക്വസ്റ്റോ ബെഗിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൾ കേട്ടില്ല, ചെവിക്കൊണ്ടില്ല. എന്തൊക്കെയോ അയാൾ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും അവൾ കേട്ടില്ല. അവൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി, ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഗേറ്റ് വലിച്ചടച്ചു. എന്നിട്ട് അവൾ തൻ്റെ പുതിയ ലോകത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് ഇബ്സന്റെ എ ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന ആ നോവലിലും ഏകദേശം ഇതുപോലെയുള്ള തീമാണ് പറയുന്നത്. ഇബ്സന്റെ ഡോൾസ് ഹൗസ് എന്ന ആ ഒരു നാടകത്തിലും ഇതേ സംഭവമാണ് വിവരിക്കുന്നത്. അതിൽ കഥാപാത്രം എഴുത്തുകാരി അല്ല എങ്കിൽ തന്നെയും തൻ്റെ വീട് അല്ലെങ്കിൽ കുടുംബം അതുമായിട്ട് കെട്ടപ്പെട്ട് തൻ്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഇല്ലാതെ ജീവിക്കുന്ന കഥാപാത്രം പിന്നീട് തൻ്റെ ഐഡന്റിറ്റിക്ക് വേണ്ടി, തൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീട് വിട്ടു പോകുന്ന കഥാപാത്രം, ഇതേപോലെ ഡോർ വലിച്ചടച്ച് പുറത്തേക്ക് പോകുന്ന ആ കഥാപാത്രത്തെയാണ് ഇവിടെയും നമുക്കൊരു കാണാൻ സാധിക്കുന്നത്. അതേപോലെയുള്ള മറ്റൊരു കഥാപാത്രം. ഇതെന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ: ക്യാരക്ടർ സ്കെച്ച് ഓഫ് പുരുഷോത്തമൻ, പിന്നീട് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി, the struggles and experiences that a woman has to suffer in a patriarchal society. ഇതൊക്കെ ഇതിനകത്ത് ചോദിക്കാം. Hope you enjoyed it. Thank you.